Hey guys, welcome to my channel JR Travel Vlogs. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ്. സോ ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് നോയ്സിൻ്റെ ന്യൂലി ലോഞ്ച്ഡ് ആയിട്ടുള്ള ബഡ്സ് ഫർവേ 2 ആണ്. അപ്പോൾ ഇതാണ് ബോക്സ് അതിൻ്റെ. ആൻഡ് ഫ്രണ്ട് വശത്ത് നമുക്ക് ഇയർബഡ്സിൻ്റെ ഒരു ഫോട്ടോ കാണാം. ആൻഡ് സൈഡിൽ സ്പെക്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 13mm ഡ്രൈവർ ആൻഡ് കോഡ് മൈക്ക് വിത്ത് ENC ആൻഡ് 50 hours പ്ലേ ടൈം വരെ ഉണ്ട് എന്നുള്ളത് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് കമ്മിങ് ടു ദിസ് സൈഡ്, ഇവിടെ ഫീച്ചേഴ്സിനെ കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഇൻസ്റ്റാ ചാർജ് ഉണ്ട്, ലോ ലേറ്റൻസി ഉണ്ട്, ഹൈപ്പർ സിങ്ക് ഉണ്ട്, ടച്ച് കൺട്രോൾസ് ഉണ്ട്, ആൻഡ് IPX5 വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. ഓക്കെ, അപ്പം താഴെ വന്നിട്ട് മാനുഫാക്ചറിങ് ഡീറ്റെയിൽസും പിന്നെ MRP ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ MRP 3,999 ആണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഞാനിത് മേടിക്കുന്നത് ആമസോണിൽ നിന്നാണ്. അപ്പോൾ ആമസോണിൽ 1,300 ആണ് ഞാൻ മേടിക്കുമ്പോൾ ഉള്ള പ്രൈസ്. ന്യൂലി ലോഞ്ച്ഡ് ആയിട്ടുള്ളത് കൊണ്ടായിരിക്കാം ഈ ഒരു പ്രൈസ് റേഞ്ച് അവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നോയ്സിൻ്റെ ബഡ്സ് ഫർവേ 2. അപ്പോൾ ഞാൻ നേരത്തെ അൺബോക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ മേടിക്കുന്നത് ഫോറസ്റ്റ് ഗ്രീൻ എന്നത് കളറാണ്. അപ്പോൾ എനിക്ക് പൊതുവേ ഇങ്ങനത്തെ കളേഴ്സൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഇത് കൂടാതെ തന്നെ ബ്ലാക്ക്, ബ്ലൂ, ബീജ് എന്ന കളർ ഓപ്ഷൻസും അവൈലബിൾ ആണ്. അപ്പോൾ ഡിസൈൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ താഴെ മാറ്റ് ഫിനിഷും മുകളിൽ ഗ്ലോസി ഫിനിഷും ആണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഫ്രണ്ടിൽ തന്നെ നോയ്സിൻ്റെ ഒരു ബ്രാൻഡിങ് നമുക്ക് കാണാം. അതിൻ്റെ തൊട്ട് മുകളിൽ തന്നെ ഒരു LED ലൈറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ താഴത്തെ സൈഡിൽ ഒരു C ടൈപ്പ് കേബിളിൻ്റെ ചാർജിങ് പോർട്ടും അവൈലബിൾ ആണ്. ഓവറോൾ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ഇയർബഡ്സ് ആണ്. ആൻഡ് ഹാൻഡിയാണ്. നമുക്കിത് കൊണ്ട് നടക്കാനായിട്ട് വലിയ പേഴ്സോ അങ്ങനത്തെ ഒരു ആവശ്യമൊന്നുമില്ല. കയ്യിൽ തന്നെ ഇങ്ങനെ ചുരുട്ടി പിടിക്കുക എന്നുള്ള അത്ര ക്യൂട്ട് ആൻഡ് കോമ്പാക്ട്സ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ഡിസൈൻ. ഓക്കെ, ഇനി നമുക്ക് ഇത് തുറന്ന് നോക്കാം. തുറക്കുമ്പോൾ ഇങ്ങനെയാണ് ഇയർബഡ്സ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഇയർ വരുന്ന സൈഡിൽ പ്ലാസ്റ്റിക് ഫിനിഷും ആൻഡ് പുറത്ത് കാണാൻ പറ്റുന്ന ആ ഒരു സൈഡ് ഗ്ലോസി ഫിനിഷുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഗ്ലോസി ഫിനിഷ് വന്നിരിക്കുന്നതിൻ്റെ തൊട്ട് താഴെ തന്നെ നോയ്സിൻ്റെ ഒരു ലോഗോവും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതാണ് ടച്ച് പാനൽ വരുന്നത്. ആൻഡ് ഓവറോൾ എനിക്ക് ഇതും ഇഷ്ടപ്പെട്ടു. കാണാൻ നല്ലൊരു ക്യൂട്ടായിട്ടുണ്ട്. ആൻഡ് രണ്ടിൻ്റെയും കളർ കോമ്പിനേഷനും നന്നായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇയർബഡ്സിൽ നമുക്ക് 50 hours പ്ലേ ബാക്ക് ടൈമുണ്ട്. അത് കൂടാതെ തന്നെ ഇൻസ്റ്റാ ചാർജ് എന്നൊരു ഓപ്ഷനുണ്ട്. സോ 10 minutes നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ 200 minutes പ്ലേ ടൈമും അവർ പറയുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ഒരു ഫീച്ചറായിട്ട് വരുന്നത് ലോ ലേറ്റൻസി ആണ്. അപ്പോൾ ലോ ലേറ്റൻസി അപ് ടു 15 ms ആണ് വരുന്നത്. ഇത് കൂടാതെ ഗെയിമിംഗ് മോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവർക്കുണ്ട്. സോ ഗെയിമൊക്കെ കളിക്കുന്നവർക്ക് അതൊരു അടിപൊളി ഒരു ആഡ് ഓൺ ഫീച്ചറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നെക്സ്റ്റ് ഒരു ഫീച്ചർ വരുന്നത് ഇത് IPX5 വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. സോ ചെറിയ സ്വെറ്റോ അല്ലെങ്കിൽ ചെറിയ ചാറ്റൽ മഴയോ അതൊക്കെ ഇതിന് വിത്ത് ഹോൾഡ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ വെള്ളത്തിലൊന്നും ഇട്ട് ടെസ്റ്റ് ചെയ്യരുത്. ആ ഒരു ചെറിയൊരു ഒരു സ്പ്രേയിങ്ങോ അല്ലെങ്കിൽ സ്വെറ്റോ ഇതൊക്കെ മാത്രമേ ഇതിന് നമ്മുടെ ഇയർബഡ്സ് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിനി ഈ ഒരു ഇയർബഡ്സ് ഫോണിൽ കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ചാർജിങ് കേസിൻ്റെ ലിഡ് തുറക്കുമ്പോൾ തന്നെ ഓൾറെഡി പെയർഡ് ആയിട്ടുള്ള ഫോണുകൾ പെട്ടെന്ന് തന്നെ ഓട്ടോമാറ്റിക്കലി കണക്റ്റ് ആവും. ആൻഡ് സെയിം തന്നെ ഈ ലിഡ് അടയ്ക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ഡിസ്കണക്റ്റും ആവും. സോ കണക്റ്റിംഗ് ആൻഡ് റീകണക്റ്റിംഗ് വളരെ ഫാസ്റ്റ്ലിയാണ് ഈ ഒരു ഇയർബഡ്സിൽ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നെ ടച്ച് കൺട്രോളിൻ്റെ കാര്യങ്ങൾ നോക്കാം. സോ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഈ ഒരു സൈഡിലാണ് ടച്ച് കൺട്രോൾസ് വരുന്നത്. സോ റൈറ്റ് സൈഡിൽ ഒരു സിംഗിൾ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് വോളിയം ഇൻക്രീസ് ആവുകയും ലെഫ്റ്റ് സൈഡിൽ സിംഗിൾ ടാപ്പ് ചെയ്യുമ്പോൾ വോളിയം ഡൗൺ ആവുകയും ചെയ്യും. അതുപോലെ തന്നെ ഇതിൽ ഏതെങ്കിലും ഒരു ഇയർബഡ്സിൽ ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു വീഡിയോയോ അല്ലെങ്കിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പ്ലേയോ അല്ലെങ്കിൽ പോസ് ചെയ്യാനോ പറ്റും നമുക്ക്. സെയിം തന്നെ നമുക്കൊരു കോൾ അറ്റൻഡ് ചെയ്യാനും ആൻഡ് കോൾ എൻഡ് ചെയ്യാനും ഈ ഒരു ഡബിൾ ടാപ്പിൽ പറ്റും. അപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിലെ ഇയർബഡ്സിൽ ട്രിപ്പിൾ ടാപ്പ് കൊടുക്കുമ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലോട്ട് പോകാൻ പറ്റും. സെയിം തന്നെ ലെഫ്റ്റ് സൈഡിൽ ഇതേപോലെ ട്രിപ്പിൾ ടാപ്പ് കൊടുക്കുമ്പോൾ നമുക്ക് പ്രീവിയസ് വീഡിയോയിലോട്ടും പോകാൻ പറ്റും. ഇനി ഇതിൽ ഏതെങ്കിലും ഒരു ഇയർബഡ്സിൽ നമ്മൾ 4 times ടാപ്പ് ചെയ്യുമ്പോൾ വോയിസ് അസിസ്റ്റൻറ്റ് ആക്ടിവേറ്റ് ആവും. ആൻഡ് ഇതിൽ ഏതെങ്കിലും ഒരു ഇയർബഡ്സിൽ ടച്ച് ആൻഡ് ഹോൾഡ് ചെയ്യുമ്പോൾ കോൾ റിജക്റ്റ് ചെയ്യാനും പറ്റും ഓർ ഗെയിമിംഗ് മോഡും ആക്ടിവേറ്റ് ആവും. അപ്പോൾ ഇത്രയൊക്കെയാണ് ടച്ച് കൺട്രോൾസിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു ഇയർബഡ്സ് നമുക്ക് 10 to 15 meters ബ്ലൂടൂത്ത് കവറേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് നല്ലൊരു സൗണ്ട് ക്വാളിറ്റിയാണ് ഈ ഒരു ഇയർബഡ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ബേസും സൂപ്പർബാണ്. സോ ബേസ് ലവേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഉറപ്പായിട്ടും ഈ ഒരു ഫീച്ചർ ഇഷ്ടപ്പെടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നോയ്സ് ബഡ്സ് ഫർവേ 2ൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും.
ഓക്കെ, അപ്പോൾ 1300 എന്നൊരു പ്രൈസ് റേഞ്ചിൽ ഇത്ര അടിപൊളിയായിട്ടുള്ള സൗണ്ട് ക്വാളിറ്റിയും ബിൽ ക്വാളിറ്റിയും ആൻഡ് 50 hours ഓഫ് പ്ലേ ടൈമും കിട്ടുന്ന ഒരു അടിപൊളി ഇയർബഡ്സ് ആണിത്. ഡിസൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ക്യൂട്ട് ആൻഡ് കോമ്പാക്ട് ഡിസൈനാണ് ആൻഡ് ഒരുപാട് കളർ ഓപ്ഷൻസും അവൈലബിൾ ആണ്. സോ ഇയർബഡ്സിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. സോ ഗോ ആൻഡ് ചെക്ക് ഔട്ട്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.